Hello everyone, welcome to Bosco Campus Vision. I am Lakshmi VS, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the fourth lecture on marginal costing, which is the first module in Strategic Cost and Management Accounting for MCOM Semester 3 students of Kerala University. And in the previous lecture, we were discussing about make or buy decision, which comes under the head role of marginal costing in decision making. Now, in this lecture, we are going to learn about one sub area in make or buy decision. The sub area that we are going to discuss in this lecture is make or buy decision when there is increase in fixed costs. In certain cases, in spite of lower variable cost of production, there will be an increase in fixed costs. Certain cases, variable cost lower ആണെങ്കിലും there will be an increase in fixed costs. Fixed costs ഒരു increase ഉണ്ടായിരിക്കും. So, it is essential to find out the minimum requirement of volume to justify the making. അതായത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മളുടെ മേക്ക് ഡിസിഷനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് മിനിമം റിക്വയർമെൻറ്റ് ഓഫ് വോളിയം നമ്മൾ കണ്ടെത്തണം. ആൻഡ് ഫോർ ദാറ്റ് വി ക്യാൻ യൂസ് ദിസ് ഫോർമുല, ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ഫിക്സഡ് കോസ്റ്റ്സ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, ദാറ്റ് ഈസ് പർച്ചേസ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, നൗ വി ആർ ഗോയിങ് ഇൻ ടു എ പ്രോബ്ലം. ലെറ്റ് us examine the question carefully. A firm can purchase a separate part from an outside source at the rate rupees 11 per unit. There is a proposal that the spare part be produced in the factory itself. For this purpose, a machine costing rupees 1 lakh with annual capacity of 20,000 units and a life of 10 years will be required. A foreman with a monthly salary of rupees 500 will have to be engaged. Materials required will be rupees 4 per unit and wages rupees 2 per unit. Variable overheads are 150% of direct labor. The firm can easily raise funds at the rate 10% per annum. Advise the firm whether the proposal should be accepted. Okay, question നമുക്ക് നോക്കാം. A firm can purchase a separate part from an outside source at rupees 11 per unit. ഒരു ഫേമിന് ഒരു സെപ്പറേറ്റ് പാർട്ട് ഒരു ഔട്ട്സൈഡ് സോഴ്സിൽ നിന്നും 11 രൂപ പെർ യൂണിറ്റ് എന്ന നിരക്കിൽ വാങ്ങിക്കാവുന്നതാണ്. There is a proposal that the spare part be produced in the factory itself. അതുപോലെ തന്നെ ഇതിപ്പോൾ ബൈ ഡിസിഷനാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇനി മേക്ക് ഡിസിഷൻ എന്ന് പറയുന്നത് ഇത് ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രപ്പോസലും ഉണ്ട്. ഫോർ ദിസ് പർപ്പസ് എ മെഷീൻ കോസ്റ്റിംഗ് rupees 1 lakh with annual capacity of 20,000 units and a life of 10 years will be required. നമ്മൾ മേക്ക് ഡിസിഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു പ്രപ്പോസൽ ഉണ്ടല്ലോ, നമുക്ക് ഫാക്ടറിയിൽ തന്നെ ഈ ഒരു സ്പെയർ പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഫാക്ടറിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിൽ ഒരു മെഷീൻ വാങ്ങണം. ആൻഡ് ദ കോസ്റ്റ് ഓഫ് ദ മെഷീൻ ഈസ് rupees 1 lakh and the annual capacity of the machine is 20,000 units and the life of machine is 10 years. അങ്ങനെയുള്ള മെഷീനാണ് നമ്മൾ വാങ്ങേണ്ടുന്നത്. ആൻഡ് എ ഫോർമാൻ വിത്ത് എ മന്ത്ലി സാലറി ഓഫ് rupees 500 will have to be engaged. 500 രൂപ മാസം മന്ത്ലി സാലറി കൊടുത്ത് ഒരു ഫോർമാനെ അപ്പോയിന്റ് ചെയ്യേണ്ടതായിട്ട് വരും. മെറ്റീരിയൽസ് റിക്വയർഡ് വിൽ ബി rupees 4 per unit. ടോട്ടൽ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പെർ യൂണിറ്റ് rupees 4 ആണ്. ആൻഡ് വേജസ് rupees 2 per unit. വേജസ് rupees 2 per unit ആണ്. വേരിയബിൾ ഓവർഹെഡ്സ് ആർ 150% ഓഫ് ഡയറക്റ്റ് ലേബർ. ഡയറക്റ്റ് ലേബറിൻ്റെ 150% ആണ് വേരിയബിൾ ഓവർഹെഡ്സ്. ദ ഫേം ക്യാൻ ഈസിലി റേസ് ഫണ്ട്സ് അറ്റ് ദ റേറ്റ് 10% per annum. 10% പലിശ നിരക്കിൽ
ഫേമിന് എളുപ്പത്തിൽ ഫണ്ട് റേസ് ചെയ്യാവുന്നതാണ്. അഡ്വൈസ് ദ ഫേം വെദർ ദ പ്രപ്പോസൽ ഷുഡ് ബി അക്സെപ്റ്റഡ്. അതായത് ഈ മേക്ക് ചെയ്യുന്ന ഈ ഒരു ഡിസിഷൻ, ആ ഡിസിഷൻ അക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യം ഫേമിന് അഡ്വൈസ് കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് സൊല്യൂഷൻ നോക്കാം. ആദ്യം നമ്മൾ പഠിച്ചിരിക്കുന്ന തിയറി അനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് കുറവാണെങ്കിലും ചില സർട്ടൺ കേസസിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു? ഫിക്സഡ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കേസിൽ മേക്ക് ഡിസിഷനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ മിനിമം വോളിയം ഓഫ് ഔട്ട്പുട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഫോർമുലയും പഠിച്ചു. ഇനി നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഇൻക്രീസ് ഇൻ ഫിക്സഡ് കോസ്റ്റിലുള്ള ഇൻക്രീസ് ആണ് കണ്ടെത്തേണ്ടുന്നത്. നമ്മളിപ്പോൾ മേക്ക് ഡിസിഷനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് പോകുന്നത്. ആ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ അഡ്വൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് നോക്കിക്കോ. ഇതിൽ നിന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ഫിക്സഡ് കോസ്റ്റ്സ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഓക്കെ, അതാണ് നമ്മുടെ ഫോർമുല. അതിൽ ഇൻക്രീസ് ഇൻ ഫിക്സഡ് കോസ്റ്റ്സ് അതാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് ആ ന്യൂമറേറ്റർ ഭാഗത്ത് വരുന്ന ഇക്വേഷനിലെ ന്യൂമറേറ്റർ ഭാഗത്ത് വരുന്ന കാര്യം കണ്ടുപിടിക്കാൻ പോകുന്നു. ക്വസ്റ്റ്യനിൽ നോക്കിയാൽ പ്രധാനമായിട്ടും 3 ഫിക്സഡ് കോസ്റ്റുകളാണുള്ളത്. ഒന്നാമത്തത് ഡിപ്രിസിയേഷൻ ഓഫ് മെഷീൻ. നമുക്കറിയാം മെഷീൻ്റെ കോസ്റ്റും ലൈഫും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിപ്രിസിയേഷൻ കണ്ടെത്താനായിട്ട് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ലൈഫ്. ഓക്കെ, കോസ്റ്റ് ഓഫ് ദ മെഷീൻ ഡിവൈഡഡ് ബൈ ലൈഫ് ഓഫ് ദ മെഷീൻ. അതിൽ കോസ്റ്റ് എത്രയാണ്? 1 lakh ആണ്. അതിൻ്റെ ലൈഫ് 10 years ആണ്. സോ 1 lakh ഡിവൈഡഡ് ബൈ 10 ഇസ് ഈക്വൽ ടു 10,000. ആദ്യത്തെ ഫിക്സഡ് കോസ്റ്റ്. ആൻഡ് ദ നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം അടുത്ത ഒരു ഫിക്സഡ് കോസ്റ്റ് ആണ് സാലറി ഓഫ് ഫോർമാൻ. അത് 500 പെർ മന്ത് ആണ്. അങ്ങനെ 1 yearly എടുക്കുമ്പോൾ 500 × 12 ഇസ് ഈക്വൽ ടു 6,000. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ നോക്കിയാൽ ഒരു ഫിക്സഡ് കോസ്റ്റ് കൂടിയുണ്ട്. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ മെഷീൻ വാങ്ങാനായിട്ട് 1 lakh rupees റേസ് ചെയ്യുന്നതിനാണ് 10% ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു 1 lakh × 10/100 ദാറ്റ് ഈസ് 10,000. സോ ദ ടോട്ടൽ ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഇൻക്രീസ് ഇൻ ഫിക്സഡ് കോസ്റ്റ് കംസ് ടു 26,000. ഓക്കെ, ഇനി കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടെത്താൻ പോവുകയാണ്. നമുക്കറിയാം കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റിൻ്റെ ഫോർമുല എളുപ്പമാണ്. അവിടെ നമുക്ക് തന്ന ഇക്വേഷനിൽ തന്നെയുണ്ട്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ദാറ്റ് ഈസ് പർച്ചേസ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ആദ്യം നമുക്ക് പർച്ചേസ് പ്രൈസ് നോക്കാം. ആ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നിട്ടുണ്ട് പെർ യൂണിറ്റ് 11 ആണ് പർച്ചേസ് പ്രൈസ്. ഓക്കെ, പർച്ചേസ് പ്രൈസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാം. ലെസ് വേരിയബിൾ കോസ്റ്റ്. മെറ്റീരിയൽസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് ₹4 പെർ യൂണിറ്റ് ആണ്. ആൻഡ് വേജസിൻ്റെ വാല്യൂ ഉണ്ട് ₹2 പെർ യൂണിറ്റ്. ആൻഡ് ദ വേരിയബിൾ ഓവർഹെഡ്സ്. വേരിയബിൾ ഓവർഹെഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ 150% ഓഫ് ഡയറക്റ്റ് ലേബർ ആണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഡയറക്റ്റ് ലേബർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേജസിനെ തന്നെയാണ്. അപ്പോൾ ആ വേജസ് എന്ന് പറയുന്നത് 2 rupees ആണ്. 2 × 150% എന്ന് പറയുന്നത് 2 × 150/100 ദാറ്റ് ഈസ് 3 rupees. സോ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽസിൻ്റെ 4 rupees, വേജസിൻ്റെ 2 rupees, വേരിയബിൾ ഓവർഹെഡ്സ് 3 rupees. സോ ദ ടോട്ടൽ ഓഫ് വേരിയബിൾ കോസ്റ്റ് ഈസ് 9 rupees. അപ്പോൾ നമ്മളുടെ ആദ്യം നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന പർച്ചേസ് പ്രൈസ് ഉണ്ടല്ലോ, അതിൽ നിന്നും ഈ ഒരു വേരിയബിൾ കോസ്റ്റിൻ്റെ ടോട്ടൽ കുറച്ചാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടും. ഓക്കെ, ഇവിടെ പർച്ചേസ് പ്രൈസ് ആയ 11 നിന്നും വേരിയബിൾ കോസ്റ്റിൻ്റെ ടോട്ടലായ 9 കുറച്ചപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടി. ദാറ്റ് ഈസ് 2 rupees. ഇനി മിനിമം വോളിയം കണ്ടെത്താനായിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഫോർമുല ഇൻക്രീസ് ഇൻ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 26,000 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു ₹2. സോ മിനിമം വോളിയം ഇസ് ഈക്വൽ ടു
rupees 26,000 divided by rupees 2, that is 13,000 units. So in order to accept the proposal, it is essential that the volume should be at least 13,000 units. ഓക്കെ, അപ്പോൾ ഈ മേക്ക് ഡിസിഷൻ്റെ ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 13,000 യൂണിറ്റ്സ് എങ്കിലും മിനിമം വോളിയം ഉണ്ടായിരിക്കണം. ഓക്കെ, hope you all understand this sub area in make or buy decision, and there is another sub area in make or buy decision which will be discussed in the next lecture. Thank you.